കൂട്ടുകാരെ, നിങ്ങൾ മാക്സിമം ഈ വീഡിയോ കാണുക. നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക. ഇതൊരു സാധാരണക്കാരന്റെ പ്രശ്നമാണ്. നമുക്ക് എന്തായാലും വീഡിയോ ഉണ്ട് നോക്കാം. എന്താ പറഞ്ഞത്? നിങ്ങൾ ഇവിടെ ഇന്ന് വന്നിട്ട് ലോൺ എടുക്കണം ഇതുവരെ പറഞ്ഞോ? മിണ്ടാണ്ടിരുന്നോ? ഇതാണോ ഒരു മാനേജർ പറയുന്ന മര്യാദ? ഭീഷണിയാണോ? അദ്ദേഹം ഒരു ബാങ്ക് മാനേജർ തന്നെയാണ്. സംശയമുണ്ട്. എത്ര കാലം ബാങ്കിൽ വരും? നിങ്ങൾ ഇന്ന് ഇവിടെ ഇത്ര നേരം വന്ന് ലോൺ വേണമെന്ന് പറഞ്ഞോ? ഏറ്റവും അവസാനം നിങ്ങൾ എന്താ പറഞ്ഞേ? അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. അതിന്റെ പണിയെടുക്കും. ക്ലോസ് ചെയ്ത് ക്ലോസ് തരണം അക്കൗണ്ട്. എന്തൊരു അഹങ്കാരം. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നില്ല. ഇയാൾ വന്നിൽ കൃഷി ചെയ്ത് വന്നു മാത്രം. പല മാനേജർമാരുടെ അടുത്തും പേടിപ്പിക്കണ്ട. അടിച്ച് കാരണം പൊട്ടിക്കേണ്ട സമയം കഴിഞ്ഞു പണ്ടേ അവന്റെ. എന്നെ മര്യാദ പഠിപ്പിക്കണ്ട. പിന്നെ അങ്ങനെയാണ് എത്ര പേർക്ക് അല്ലാത്തവരുടെ കൃഷി ചെയ്യാതെ കൊടുത്തതായിരുന്നു കാര്യം. താൻ കൃഷി ചെയ്യാതെ എത്ര പേർക്ക് വിടുന്നു? എന്റെ സൗകര്യമാണ്. അവന്റെ കുടുംബത്തിൽ നിന്ന് എടുത്ത് തന്നാലോ എന്റെ സൗകര്യം എന്ന് പറയാനായിട്ട്. എടാ, രാവൊന്നില്ല പകലൊന്നില്ലാണ്ട് അധ്വാനിച്ച് കൃഷിനാശം വന്നു കഴിയുമ്പോ നിന്റെ കടത്തേക്ക് ലോണിന് വന്നു കഴിയുമ്പോ നീയൊക്കെ സംസാരിക്കുന്ന രീതിയാണോടാ ഇങ്ങനെയൊക്കെ? നീ നിന്റെ കുടുംബത്തിൽ നിന്ന് എടുത്താണ് അവന് ലോൺ കൊടുക്കുന്നത്. എടോ, കൃഷി ചെയ്യാത്തവന് കൃഷി ചെയ്യാത്തവന് ലോണൊക്കെ കൊടുക്കാൻ നേരത്ത് കൃഷി ചെയ്യുന്നവന് ഇത് കണ്ടു നിൽക്കുമ്പോൾ വിഷമം ഉണ്ടാവൂലേ? ആ മനുഷ്യൻ ചിലപ്പോൾ പലപ്പോഴായിട്ട് ബാങ്ക് കയറിയും കാണും. നിന്റെയൊക്കെ സംസാരം ഇങ്ങനെയല്ലേ? എടാ, നീയൊക്കെ ഈ ജോലി എടുത്ത് നീയൊക്കെ തിന്നണ അന്നമില്ല, അന്നം. ഈ സാധനം കൊണ്ടുപോകാൻ ആരാന്നും പറഞ്ഞാ നീയൊക്കെ ഇരിക്കണത്. നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പോൾ ഞാൻ മിക്കപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് സാധാരണക്കാരോട് ഈ ബാങ്കുകാർക്കുള്ള ഒരു പെരുമാറ്റം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കൃഷിക്കാരോട്. കൃഷി തന്നെ മോശം പണിയാ. അതിനാടാ നിങ്ങൾക്ക് കൃഷിക്കാരെ കാണുമ്പോൾ ഇത്ര പുച്ഛ തന്നെയാടാ. ബാങ്കിൽ ജോലി എന്ന് കഴിഞ്ഞാൽ ബാങ്ക് ലോൺ കൊടുക്കത്തില്ല. 100 കൂട്ടം പ്രശ്നങ്ങൾ. അല്ലാത്തവന് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കൃഷി പോലും ചെയ്യണ്ട. അവനൊക്കെ ചെന്ന് കഴിയുമ്പോൾ കസേര എടുത്ത് കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, ലോൺ കൊടുക്കുന്നു. സാധാരണപ്പെട്ട കൃഷിക്കാരൻ ചെന്ന് കഴിഞ്ഞാൽ അവന് ലോണില്ല. അവൻ ഈ വർഷം കടമാണെങ്കിൽ പിന്നെ അടുത്ത വർഷം കടവും വിലയൊക്കെ മേടിച്ച് അവൻ പിന്നെയും കൃഷി ചെയ്യും. കാര്യം അവന്റെ കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ട്, അവൻ കൃഷിയെ സ്നേഹിക്കുന്നതുകൊണ്ട്, അവൻ കൃഷിക്കാരനായതുകൊണ്ട്. അവന് നഷ്ടം വന്നു കഴിയുമ്പോൾ ബാങ്ക് ലോണിന് ഇല്ലെന്ന് പറയുമ്പോൾ അവരോട് പെരുമാറുന്നത് ഇങ്ങനെയൊക്കെ. എടാ, ഈ വരുന്ന കൃഷിക്കാരനൊക്കെ കസേര എടുത്തിട്ട് കൊടുത്ത് അവരോട് മാന്യമായിട്ട് പെരുമാറണോടാ. പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട എന്നാ ചെയ്യുന്നു നീ പറയണത്? ഒന്നും ചെയ്യാനായിട്ടില്ല. പോലീസുകാരും അവർ വന്നു കഴിഞ്ഞപ്പോൾ അവർ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? അവന്റെ അഹങ്കാരം. നിന്റെ കുടുംബം നടത്തില്ല അവർക്ക് ലോൺ കൊടുക്കുന്നത്. പണ്ട് ഞാൻ ഒരു ബാങ്കിൽ ചെന്ന സമയത്ത് മുദ്രാ ലോൺ എടുക്കാൻ വേണ്ടിട്ട് ഒരു പാവപ്പെട്ടവൻ വന്നു കഴിഞ്ഞപ്പോൾ അവനോട് പെരുമാറിയതും പണ്ട് ഇതുപോലെ തന്നെയായിരുന്നു. അന്ന് ഞാൻ ആ ബാങ്കുകാരനോട് കയറി പറഞ്ഞു, ബാങ്കിൽ മാനേജറോട് കയറി പറഞ്ഞു, നിങ്ങൾക്ക് ആ മനുഷ്യന് ലോൺ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വെള്ള പേപ്പർ എഴുതി കൊടുക്കുക. അത് കൊടുക്കത്തില്ല. കാര്യം ഇവന്റെ ഒക്കെ തന്നിഷ്ടമാണ് അവിടെ കാണിച്ചോണ്ടിരിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? കൃഷിക്കാരനെ കാണുമ്പോൾ അവന് പുച്ഛം. ഇറങ്ങിപ്പോടാന്ന്. നീ ആരാണ് ഇറങ്ങിപ്പോടാന്ന് പറയണത്? എടാ, ആ മനുഷ്യൻ സാധാരണപ്പെട്ടവനാണ്. ഇവിടുത്തെ സാധാരണക്കാരോടാണ് നീ ഇറങ്ങിപ്പോകാൻ പറയണത്. ഇവരെല്ലാം കൂടെ ബാങ്കിൽ ഇറങ്ങിപ്പോ നീ എന്നെ അടുത്തിട്ട് തിന്നും. ഇതിനെതിരെയൊക്കെ ഈ നാട്ടിൽ പ്രതികരിക്കാൻ ആളില്ലാത്തതാണ് ഇവനൊക്കെ കിടന്ന് ഈ വിളഞ്ഞാടാനുള്ള ഏറ്റവും മെയിൻ കാരണം എന്ന് പറയുന്നത്. ഇതൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇത് വേണ്ടപ്പെട്ടവർ എത്തുക. ഇവനൊക്കെ എതിരെ കർശന നടപടി എടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്.